ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറൻ്റെ സിമ്പിളായിട്ടുള്ള 3 ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സ്നാക്സാണ്. അതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് 2-3 സാധനം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു 3 ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 3 ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് നൂഡിൽസ് വെച്ചിട്ടൊരു ബ്രെഡ് റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയത് ഇങ്ങനത്തെ ഹക്ക നൂഡിൽസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഇപ്പി നൂഡിൽസ് അല്ലെങ്കിൽ മാഗി നൂഡിൽസ്, ഇൻഡോമി നൂഡിൽസ് ഇങ്ങനത്തെ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസ് വാങ്ങിച്ചാൽ മതി. ഇവിടെ പിന്നെ ഇൻഡോമി കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഈ ഒരു മാഗി ഒന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇൻസ്റ്റൻ്റ് ആയിരിക്കണം, 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാക്കറ്റ് മതി, ഒറ്റ പാക്കറ്റ് മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതും ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഹക്ക നൂഡിൽസ്. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മസാലപ്പൊടികളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഹക്ക നൂഡിൽസ് ആകുമ്പോൾ. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ചിക്കൻ ഫ്ലേവർ, അതേപോലെ തന്നെ ഒനിയൻ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫ്ലേവറിൽ കിട്ടുമല്ലോ നൂഡിൽസ് മാഗി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ആ ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഫ്ലേവർ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരം തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ നൂഡിൽസ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ അതാ നൂഡിൽസ് 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്കായി പോകരുത്, കറക്റ്റ് പാകത്തിന് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ പാക്കറ്റിൻ്റെ മേലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 2 മിനിറ്റ് തിളച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഹക്ക നൂഡിൽസ് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. മറ്റേ നമ്മളെ ഇൻസ്റ്റൻറ്റ് മാഗിയൊക്കെ ആണെങ്കിൽ ആ വെള്ളത്തിൽ വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അത് നല്ലോണം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏത് ഓയിലായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈഡ് നൂഡിലാക്കി എടുക്കണം. അപ്പോൾ ലേശം ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞുകൊണ്ട് ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ സോയാ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാപ്രിക്ക പൗഡറാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട്. ഇതൊന്നും നിങ്ങൾക്ക് ചേർക്കേണ്ടില്ല. നിങ്ങൾ മാഗിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പാക്കറ്റ് ഇടുകയാണെങ്കിൽ ആ ഒരു പാക്കറ്റിൽ കിട്ടുന്ന ആ പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഉണ്ടാക്കുന്ന നേരം അതിൻ്റെ കൂടെയുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ചൂടാറട്ടെ, അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. നൂഡിൽസ് ബ്രെഡ് റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ച ബ്രെഡ് ആച്ചി വാങ്ങിയത് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. വീറ്റ് ബ്രെഡ് ഇവിടെ അങ്ങനെ പോകില്ല. അപ്പം ബാക്കി ഇപ്പോൾ ഞാൻ ബാസിനെ പറഞ്ഞയച്ചിട്ടുണ്ട് വൈറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഒന്ന് പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ലോണം പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അന്നത്തെ ഡേറ്റിലുള്ള ബ്രെഡ് വാങ്ങണേ, എന്നാലാണ് നന്നാവുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുക. നല്ലോണം മുറിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം അതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ, ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കട്ടോ. മറ്റേ നമ്മളെ മയോണൈസ്, ഗാർലിക് സോസ്, കെച്ചപ്പ് ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ മിക്സ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇനി വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്തൊക്കെ ഫ്ലേവർ കൊടുക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മൈദ കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതൊന്ന് പശ പോലെ ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടിത് നല്ലോണം എല്ലാ ഭാഗവും ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതുണ്ടല്ലേ, നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീറ്റ് ബ്രെഡ് ആയതുകൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനി അടുത്തത് ഞാൻ വൈറ്റ് ബ്രെഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഒട്ടിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ആ ഒരു മൈദ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, നന്നായിട്ടൊന്ന് ഒട്ടിക്കോളും. അപ്പോൾ അതാ ഫസ്റ്റത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. ഇപ്പോൾ അതാ ബാസി മറ്റേ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഇതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അവിടെ വെച്ചതാണ്. ബാക്കിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ മയോണീസും കെച്ചപ്പൊക്കെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് മയോണീസ് ഇല്ല, അതുകൊണ്ടാണ് പിന്നെ ചേർക്കാണ്ടുന്നത്. ആ ഒരു നൂഡിൽസിലേക്ക് നമുക്ക് കുറച്ച് മയോണീസൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നൂഡിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബ്രെഡും നൂഡിൽസും മാത്രം മതി. ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങിയാൽ ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിയാൽ ഈ ഒരു സ്നാക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, ചെറിയ മക്കളൊക്കെ അവർക്കൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെ ആകുമ്പോൾ.
അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വീറ്റ് ബ്രെഡ് ഞാനൊരു 3-4 ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വൈറ്റിലാണ് ചെയ്തത്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലൊരു മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം മുട്ടയിൽ മുക്കുന്നതാകുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ആ മുട്ട പെട്ടെന്ന് അങ്ങ് കുടിച്ചിട്ട് തീർന്നു പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറേ ഉണ്ടാവും, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കുടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്, 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇത് നന്നായിട്ട് അതിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒട്ടിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അതിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സൈഡൊന്ന് തൈന്ന് കണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഞാനത് തൊട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ റൊട്ടിപ്പൊടിയിലൊന്ന് പൊതിഞ്ഞിട്ട് എല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മൊത്തത്തിലൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ആകെ 4 ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിലും എടുത്ത് പൊരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇന്നിപ്പോൾ ഒരു ഉള്ളിവട തിന്നാനൊരു പൂതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. ഒരു ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്, ഒരു വലിയ സൈസ് ഉള്ളിയും 2-3 പച്ചമുളകുമാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെക്കുക, നീളത്തിൽ അരിഞ്ഞ് വെക്കുക. 2-3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ഉള്ളിയാണ് ഇത് അളവെടുത്തത്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉള്ളിവടയിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉപ്പ് വേഗം കൂടിപ്പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് എന്താ ചെയ്ത് ഇപ്പോൾ ഞാൻ തട്ടുകട സ്റ്റൈലിലാണ് കാണിക്കുന്നത് കേട്ടോ. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിവട, സവാള വട എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. എല്ലാവർക്കും ഉള്ള കംപ്ലയിൻ്റാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് ആവില്ല എന്നുള്ള. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കി തിന്ന് കഴിഞ്ഞാൽ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടാണത്. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്നും ഞരടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ ഞരടിയിട്ടുണ്ട്. ഈ ഉള്ളികളൊക്കെ ഇങ്ങനെ ഇതളായിട്ട് ഇങ്ങനെ വേറെ വേറെ നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതവിടെ മൂടി വെക്കട്ടെ. ഒരു 15 മിനിറ്റ് മിനിമം എന്നെങ്കിലും ഇതവിടെ മൂടിയിട്ട് മാറ്റി വെക്കുക. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത സ്നാക്കിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു 4 മുട്ട ഞാൻ നന്നായിട്ട് പുഴുങ്ങി കൊണ്ടുവന്നതാണ്, തോലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. 4 മുട്ട കേട്ടോ. ഇനി അതിൻ്റെ ഒരു മാവ് ഉണ്ടാക്കണം. മുട്ട ബജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതും ഞാൻ തട്ടുകട സ്റ്റൈലിലാണ് കാണിക്കുന്നത് കേട്ടോ. 1/2 കപ്പ് മൈദ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തത്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് തന്നെ നമ്മളെ കടലപ്പൊടിയാണിത്. അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് നമ്മൾ കടലപ്പൊടിയും. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണിത്. ഏത് അരിപ്പൊടി വേണമെങ്കിലും കൊടുക്കുക, പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടിയോ ഏത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പക്കാരം വേണം, ഒരു നുള്ള് 1/8 ടീസ്പൂൺ എന്നൊക്കെ പറയുന്ന പോലെ. ഇത് ചെറിയ സ്പൂണാണ്, അതിൻ്റെ ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തത്. അത്രയും ഇട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഈ ഒരു മുട്ട ബജി നിങ്ങൾ ഉണ്ടാക്കി ഈ ഒരു കറക്റ്റ് പാകത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെന്നും ഉണ്ടാക്കും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലത്തെ മുട്ട ബജിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിൻ്റെ ശേഷം കട്ടയൊന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ ഈ കട്ട ഇളക്കി കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അത് ആദ്യം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഇളക്കലിലാണ് ഈ മുട്ട ബജി നന്നാവുക കേട്ടോ. നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഉഴുന്നുവടക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി എയർ കയറണം ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ലൂസായിരിക്കണം കേട്ടോ. ഈ ഒരു പാകമാണ് വേണ്ടി. വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. വല്ലാണ്ട് കട്ടിയായി പോയാൽ ഇത് കഴിക്കുന്ന സമയത്ത് കടലപ്പൊടിൻ്റെ ചൊയയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ മുട്ടയെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി പൊരിക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഈ ഒരു മുട്ട നമുക്കൊന്ന് 2ആയിട്ട് മുറിച്ചെടുക്കുക. ഈ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് 4ആയിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 3 ആളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2ആയിട്ടേ മുറിക്കാനുള്ളൂ. അപ്പോൾ മെമ്പേഴ്സൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ ഒരു 4 മുട്ട തന്നെ മതി. അത് 1 തന്നെ 4ആക്കി മുറിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഓരോ മുട്ട നമ്മൾ ഈ ഒരു മാവിലേക്കൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ അളവ് ഒരു കറക്റ്റ് പാകം കാണുന്നില്ല, ഈ ഒരു കട്ടിയിൽ അത് കലക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ചിടുക, കാരണം മുട്ട ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാവ് എവിടെയെങ്കിലും ഒന്ന് പൊളിഞ്ഞു പോയാൽ ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് നല്ലോണം നോക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ഒരു ലൈറ്റ് കോട്ടിങ് നമുക്ക് ഈ മുട്ടക്ക് ആവശ്യമുള്ളൂ കേട്ടോ. വല്ലാണ്ട് അങ്ങ് കോട്ടിങ് തടിച്ച രീതിയിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പൊടിൻ്റെ ചൊയാണ് ഉണ്ടാവുക. അത് മാത്രമല്ല ഇത് ക്രിസ്പി ആയിട്ട് നിൽക്കുകയില്ല. ഇത് എന്താ പറയുക, ഇതിൻ്റെ ചൂടങ്ങ് ആറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോയി പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കറക്റ്റ് രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നേരം വരെ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ എപ്പം കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആച്ചിക്കും പാച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു മുട്ട ബജി എന്ന് പറയുന്നത്. എപ്പോഴും പറയും അത് ഉണ്ടാക്കിക്കോ എന്നാണ് പറയുക. അപ്പോൾ ഇത് 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നമ്മളെ ഒരു തട്ടുകട സ്റ്റൈലുള്ള മുട്ട ബജിയാണിത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കറുമുറാണ് ഇത് ഉണ്ടാവുക.
നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റായിട്ട് ഇതിൻ്റെ കോട്ടിങ് അതിന് വരാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് കട്ടിയിൽ ഇത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതൊന്നും കൂടെ കാണിച്ചു തരാം. അതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുട്ട ബജിയാണ്. ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് തിന്ന് കാണിച്ചു തരാൻ കഴിയില്ല, എന്നാലും ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരും. ഇപ്പോൾ കുറേ നേരം വരെ ഇതിങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഉള്ളിവടയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയാണിത്. ഇത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചതുകൊണ്ട് ഇന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വെള്ളം ഇതിലുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് ഇനി നമുക്ക് ബാക്കി മാവ് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ടവർക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുക്കണം, 1/8 ടീസ്പൂൺ തന്നെ ഒരു നുള്ള്. പിന്നെ വേണ്ടത് നമ്മളെ കടലപ്പൊടിയാണ്, 3 ടേബിൾ സ്പൂണാണ് ഞാൻ കടലപ്പൊടി എടുക്കുന്നത് കേട്ടോ. അത്രയും മതി, 3 ടേബിൾ സ്പൂണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് പറഞ്ഞ പോലെ ഏത് അരിപ്പൊടി ആയാലും പ്രശ്നമില്ല, 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ തട്ടുകട ഉള്ളിവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. അതാണ് ഓരോരോ ട്രിക്ക് എന്ന് പറയുന്നത് കേട്ടോ. തീരെ വെള്ളം ചേർക്കരുത്. നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ഇങ്ങനെ കുഴക്കും തോറും വെള്ളമായിട്ട് വന്നോളും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം തീരെ ചേർക്കാൻ പോകണ്ട കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഇത് കുഴച്ചതിന് ശേഷം ഇനി 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തട്ടുകട സ്റ്റൈലിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി ചതുക്കിയത്, ഇഞ്ചിൻ്റെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, കാരണം പെരിഞ്ജീരകവും ഈ ഒരു ഇഞ്ചിയുടെ കൂടെ ചേർന്നിട്ട് വല്ലാണ്ട് അങ്ങ് ചോയ വന്ന് പോകരുത്. ഇങ്ങനെ നമുക്ക് അവിടെയും ഇവിടെയും കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, പാകത്തിനാണ്, നമ്മൾ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കറക്റ്റ് പാകമാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഉള്ളിവടയാണ് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഉള്ളിവട കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് പരത്താൻ കഴിയും അത്രത്തോളം പരത്തിയെടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. കട്ടിയിലിടരുത്, കാരണം കട്ടിയിലിട്ട് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ ഉള്ളിൽ വേവാത്ത പോലെ ആയി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി പ്രസ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിവട ഇടുന്ന സമയത്ത് എണ്ണക്ക് നല്ല ചൂടുണ്ടാവണം, എന്നിട്ട് പിന്നെ അങ്ങ് ചെറിയ തീയിലാക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിവട പൊരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ തീ കൂടിപ്പോയാൽ പുറമേ ഉള്ള ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും, എന്നിട്ട് ഉള്ളിൽ വേവേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഉള്ളിവട പൊരിക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാകത്തിനൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു ഉള്ളിവട ശരിക്കും നമ്മൾ തട്ടുകടയിൽ നിന്ന് നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ ആ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടാണിത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ സെയിം പ്ലേറ്റിലേക്ക് തന്നെയാണ് എടുത്തത്, കാരണം കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തതും ബാക്കിയുള്ളതും ഞാനിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ 8 എണ്ണമാണ് ഇപ്പോൾ ഈ ഒരു അളവിൽ കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ നൂഡിൽസിൻ്റെ ബ്രെഡ് റോളാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള. അതും ഇതേപോലെ തന്നെ ഇതൊക്കെ ഞാൻ പൊരിക്കുന്നത് കുറേ കാണിച്ചിട്ടുണ്ടല്ലോ. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കോരിയെടുക്കുക. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്, കാരണം നൂഡിൽസ് ആയതുകൊണ്ട് നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ നൂഡിൽസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവറിലുള്ള നൂഡിൽസ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല, ഫ്ലേവറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മയോണീസും കെച്ചപ്പും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്രെഡ് റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 3 ഐറ്റവും നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്, കിടിലനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കാണിച്ച മുട്ട ബജിയും അതേപോലെ തന്നെ ഉള്ളിവടയും പിന്നെ നമ്മളെ ബ്രെഡിൻ്റെ നൂഡിൽസ് റോളും. അപ്പോൾ 3 നല്ല കിടിലനായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.